ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ വിശദീകരണം പുറത്തു വന്നിരിക്കുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇസ്മായിൽ ഹനിയ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ പുറത്തു നിന്നാണ് ആക്രമണമുണ്ടായിരിക്കുന്നത് എന്നാണ്. 7 കിലോ സ്ഫോടക വസ്തുക്കൾ നിറച്ച ചെറിയ ഷോർട്ട് റേഞ്ച് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്മായിൽ ഹനിയ താമസിച്ച മുറിയിൽ മുൻകൂട്ടി സ്ഥാപിച്ച ബോംബ് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടത്തിയെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ അവകാശവാദം. എന്നാൽ ഇറാൻ സൈന്യം ഇത് തള്ളിയിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആരോപിച്ചിരിക്കുന്നത്. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്നും ഹനിയയെ കൊലപ്പെടുത്തുമെന്ന് തങ്ങളെ ആരും അറിയിച്ചിട്ടില്ല എന്നുമാണ് ഇസ്രായേലിന്റെ പേര് പരാമർശിക്കാതെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആയുധങ്ങളും സൈനികോപകരണങ്ങളും കൊണ്ടുപോകുന്ന റഷ്യയുടെ ഗാലക്സി വിമാനം ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലെത്തിയിരുന്നു. അതിനുശേഷം ഇറാൻ റഷ്യയുടെ മൻമാസ്ക് ജാമറുകൾ തന്ത്രപ്രധാനമായ മേഖലകളിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. 2014 മുതലാണ് റഷ്യൻ സേന ഈ സിഗ്നൽ ജാമറുകൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയത്. 5000 കിലോമീറ്റർ മുതൽ 8000 കിലോമീറ്റർ വരെ അകലെയുള്ള എല്ലാ തരത്തിലുള്ള സിഗ്നലുകളും പിടിച്ചെടുക്കുവാനും അതുപോലെ സിഗ്നലുകളെ ബ്ലോക്ക് ചെയ്യുവാനും റഷ്യയുടെ മൻമാസ്ക് സിസ്റ്റത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഈ ഉപകരണം സ്ഥാപിച്ച പ്രദേശത്തിന്റെ 5000 മുതൽ 8000 കിലോമീറ്റർ വരെ പരിധിയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഇലക്ട്രോണിക് സാറ്റലൈറ്റ് സംഭാഷണങ്ങളും ചോർത്തിയെടുക്കുവാൻ കഴിയില്ല. സിഗ്നലുകൾ ചോർത്തിയെടുത്താണ് ഇസ്രായേൽ സൈന്യം ലബനാനിലും മറ്റും നിരന്തരം വിജയകരമായി തങ്ങളുടെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ റഷ്യയുടെ ജാമറുകൾ തന്ത്രപ്രധാനമായ മേഖലകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനിടെ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ടെല്ലവീവിലെ ഹോളനിൽ ഫലസ്തീൻ പൗരൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി കൊല്ലപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. വെടിവെപ്പും ഉണ്ടായിട്ടുണ്ട്. ആക്രമണം നടത്തിയ വ്യക്തിയെ ഇസ്രായേൽ പോലീസ് ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വെസ്റ്റ് ബാങ്ക് സ്വദേശിയായ ഫലസ്തീൻ പൗരനാണ് ആക്രമണം നടത്തിയത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ഏതു നിമിഷവും ടെല്ലവീവിന് നേരെ ഇറാനോ ഹിസ്ബുള്ളയോ ആക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കനത്ത സുരക്ഷയാണ് ടെല്ലവീവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും ഇസ്രായേൽ സൈന്യവും പ്രാദേശിക ഭരണകൂടവും നൽകിയിട്ടുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ഫലസ്തീൻ പൗരൻ ടെല്ലവീവിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇയാൾക്ക് ഹമാസുമായി ബന്ധമുണ്ടോ എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതിനിടെ ലബനാനിൽ നിന്ന് എത്രയും പെട്ടെന്ന് അമേരിക്കൻ പൗരന്മാർ രാജ്യം വിടണമെന്നും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ അമേരിക്കൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. അടിയന്തരമായ ഘട്ടങ്ങളിൽ തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഉപയോഗിക്കുമെന്നും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയായ ലോയിഡ് ആസ്റ്റിൻ അറിയിച്ചിട്ടുണ്ട്.